ഇവിടെ ഇപ്പം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020 കോൺഗ്രസും ബിജെപിയും ദേശീയ പാർട്ടിയാണെന്നും 2020 നിൽക്കുമ്പോൾ ആ വാല്യൂ ഇല്ല എന്നും അഖിൽ ഓഡിയോയിൽ പറയുന്നു. നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറേ. നന്ദിയില്ലാത്ത ജാതികൾ. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാമോ? എന്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. എന്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇതിൽ നമുക്കതില്ല. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. ഒന്നും കാണാതെ പട്ടിണി കുളത്തിൽ ചാടില്ല ഭാഗി. അപ്പൊ നീയല്ലേ പറഞ്ഞത്? ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്റെ സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്നതോടൊപ്പം തന്നെ നാടിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുക. ഇതൊക്കെ തന്നെയാണ് എന്നെ 2020 ആകർഷിച്ചത്. അതന്ന്. അപ്പൊ ഇപ്പൊ മാറ്റം വന്നണ്ട. സംഭവം ഒന്നും തടഞ്ഞില്ല അല്ലേ? ഇല്ല. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് 2020 പോലത്തെ പൊളിറ്റിക്കൽ ആശയത്തിലേക്ക് വരുന്ന സമയത്ത്. അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.